students. In the previous class, we were discussing about the measurements and scientific notation. Okay, so today we are continuing with the same topic, uncertainty in measurements. Okay, whatever may be the instrument we use for the measurement, or whoever is doing that experiment, there will be some errors in measurements. ഇപ്പോൾ നമ്മൾ ഏത് ഇൻസ്ട്രുമെൻ്റ് എടുത്തിട്ട് അത് മെഷർ ചെയ്താലും ഏത് വ്യക്തി അത് ചെയ്താലും ചിലപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആയിരിക്കും മെഷർ ചെയ്തിട്ടുണ്ടാവുക, ചിലപ്പോൾ നമ്മൾ സാധാരണ ഒരു കുട്ടിയായിരിക്കും മെഷർ ചെയ്യുന്നത്. ആര് ചെയ്താലും അതിൽ ചില എറേഴ്സ് വരാം മെഷർമെൻറ്റിൽ. പേഴ്സണൽ എറർ, ഇൻസ്ട്രുമെൻ്റൽ എറർ ഒക്കെ വരാം. പേഴ്സണൽ എറർ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന എറേഴ്സ്. ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച ഇൻസ്ട്രുമെൻറ്റിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടുണ്ടാകുന്ന എറർ. അപ്പോൾ അബൌട്ട് എറേഴ്സ് യു വിൽ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ ഇൻ ഫിസിക്സ്. നമുക്ക് അത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ദെൻ ഓൾസോ വി ഹാവ് സം ടേംസ്, ആക്യുറസി ആൻഡ് പ്രിസിഷൻ. ദീസ് ടു ടേംസ് വി ഹാവ് ടു സ്റ്റഡി ഇൻ അൺസർട്ടനിറ്റി ഇൻ മെഷർമെൻറ്റ്. ഓക്കെ, ആക്യുറസി മീൻസ്, ആക്യുറസി എന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് ഓഫ് എ മെഷേർഡ് വാല്യൂ വിത്ത് ദി ട്രൂ വാല്യൂ. എഗ്രിമെൻ്റ് ഓഫ് എ മെഷേർഡ് വാല്യൂ വിത്ത് ദ ട്രൂ വാല്യൂ, അതിനെയാണ് ആക്യുറസി എന്ന് പറയുക. അതായത് ഇപ്പോൾ ഈ റൂമിൻ്റെ ലെങ്ത്ത് ഒരാൾ എന്നോട് മെഷർ ചെയ്യാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ആ മെഷർ ചെയ്യാൻ പറയുന്ന ആൾക്ക് അറിയാമായിരിക്കും. അത് അറിഞ്ഞില്ലെങ്കിലും ഈ റൂമിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നതിന് കൃത്യം ഒരു ആൻസർ ഉണ്ട് അല്ലേ? നമുക്കറിയില്ല എന്നേ ഉള്ളൂ, അവിടെ ഒരു ആൻസർ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ മെഷർ ചെയ്യുമ്പോൾ എനിക്കൊരു ആൻസർ കിട്ടുകയാണ് 2.0 മീറ്റർ എന്ന് കിട്ടുകയാണ്. ഓക്കെ, ആക്ച്വലി റൂമിൻ്റെ ലെങ്ത് എത്ര തന്നെയാണ്? 2.0 മീറ്റർ തന്നെയാണ്. എങ്കിൽ നമ്മൾ പറയും അവർ മെഷർമെൻറ്റ് ഈസ് ആക്യുറേറ്റ്. ഓക്കെ, ഇനി സാധാരണയായിട്ട് നമ്മളൊരു ഇപ്പോൾ ഈ റൂമിൻ്റെ ലെങ്ത് തന്നെ നമ്മളോട് മെഷർ ചെയ്യാൻ പറഞ്ഞാൽ ഒറ്റ റീഡിങ് എടുത്തിട്ട് നമ്മൾ നിർത്തില്ല. വെൻ വി ഡു ദ മെഷർമെൻറ്റ് ഇൻ എ സയൻറ്റിഫിക് മെത്തേഡ്, വി വിൽ ടേക്ക് 4 or 5 മെഷർമെൻറ്റ്സ് and we will take the average of the various measurement, that is the answer. അതായത് ഈ ഒരൊറ്റ റീഡിങ്ങിൽ നമ്മൾ ഒരിക്കലും ആ ഒരു മെഷർമെൻറ്റ് നിർത്താറില്ല. ഇപ്പോൾ ആദ്യത്തെ തവണ 2.0 ആണെങ്കിൽ എനിക്ക് ചിലപ്പോൾ അടുത്ത തവണ 2.1 എന്ന് കിട്ടാം. അടുത്ത തവണ ചിലപ്പോൾ 1.9 എന്ന് കിട്ടാം. പിന്നെയും എനിക്ക് ചിലപ്പോൾ 2.0 എന്ന് തന്നെ കിട്ടാം. ഇങ്ങനെ 4-5 മെഷർമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുക. ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂ. ഇത് കണ്ടറിയാം ഏതാണ്ട് ഇതിൻ്റെ ആവറേജ് വാല്യൂ 2ൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും അല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 4 ചെയ്താൽ ദാറ്റ് ഈസ് ആവറേജ്. ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയും നമ്മൾ. അപ്പോൾ ഇൻ ദിസ് കേസ് അവർ വാല്യൂ വി ആർ ഗെറ്റിംഗ് ആൾമോസ്റ്റ് 2 ആസ് ദ ആൻസർ. സോ അവർ മെഷർമെൻറ്റ് ഈസ് ആക്യുറേറ്റ്. ഓക്കെ, ഇനി വേറൊരു, ഇത് ഒന്നാമത്തെ ആളുടെ വാല്യൂ ആണിത്. വേറൊരാളുടെ മെഷർ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. 1.7, 1.8, again 1.8, again 1.8, ഇങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. ഇതിൻ്റെ ആവറേജ് എടുത്താൽ ദ ആൻസർ വിൽ ബി സംവെയർ ബിറ്റ്വീൻ 1.7 and 1.8 അല്ലേ? ഈ 4 വാല്യൂം കൂടെ കൂട്ടി ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ 2 നമുക്ക് എന്തായാലും കിട്ടില്ല. പക്ഷേ നമുക്ക് 1.7ൻ്റെയും 1.8ൻ്റെയും ഇടയ്ക്കുള്ള ഒരു ആൻസർ കിട്ടും. പക്ഷേ ഈ കിട്ടുന്ന ആൻസേഴ്സ് എപ്പോഴും വളരെ ക്ലോസ് ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് അയാൾക്കത് ഒരുപോലെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അയാൾക്ക് എപ്പോഴും 1.8 ആ ഒരു റേഞ്ചിലാണ്, ഏതാണ്ട് 1.8 തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലോസ് ആണ്, ഈ കിട്ടുന്ന ആൻസേഴ്സ് ക്ലോസ് ആണ്. അങ്ങനെയുള്ള ഒരു മെഷർമെൻറ്റ് നമ്മൾ എന്ത് പറയും? പ്രിസൈസ് എന്ന് പറയും. ദ മെഷർമെൻറ്റ് ഈസ് പ്രിസൈസ്. ഹീ ഈസ് ഗെറ്റിംഗ് ദ സെയിം വാല്യൂ ബട്ട് ദ വാല്യൂ ഈസ് നോട്ട് മാച്ചിങ് വിത്ത് ദ കറക്റ്റ് വാല്യൂ. ഓക്കെ, എല്ലാ പ്രിസൈസ് മെഷർമെൻറ്റ്സും ആക്യുറേറ്റ് അല്ല എന്നില്ല. ചിലപ്പോൾ ആക്യുറേറ്റും ആവാം, പ്രിസൈസും ആവാം. ഇപ്പം ഇങ്ങനൊരു റീഡിങ്, ഇപ്പോൾ ഇതിപ്പോൾ ഈ ദീസ് റീഡിങ്സ് ആർ ആൾമോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് പ്രിസൈസ്. ഇത് രണ്ടുമാണ്, ആക്യുറേറ്റും ആണ് പ്രിസൈസും ആണ്. കാരണം ഏതാണ്ട് ആൻസർ 2ലേക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഈ വേരിയസ് റീഡിങ്സ് ആൾമോസ്റ്റ് ക്ലോസ് ആണ്. എല്ലാപ്പോഴും 2 കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ തന്നെ ഇങ്ങനെ കിട്ടിയെന്ന് വെച്ചോ, 2.0 മീറ്റർ, 2.0 മീറ്റർ, പിന്നെയും 2.0 മീറ്റർ, പിന്നെയും 2.0 മീറ്റർ, ആവറേജ് 2. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 100% ആക്യുറേറ്റ് ആണ്, 100% പ്രിസൈസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നൗ യു വിൽ ബി വെരി ക്ലിയർ അബൌട്ട് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. ഓക്കെ, സോ there will be
some uncertainty in some cases in writing a measurement. Okay, there will be some uncertainty in the case of measurement sometimes. That is expressed in terms of how much uncertainty is there, is expressed in terms of significant figures. ഓക്കെ, എത്രമാത്രം അൺസർട്ടനിറ്റി ഉണ്ട് ഒരു മെഷർമെൻറ്റിൽ എന്ന് നമ്മൾ പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിലൂടെയാണ്. സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. ഇനി എന്താണ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഡെഫിനിഷൻ, സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആർ മീനിങ്ഫുൾ ഡിജിറ്റ്സ് വിച്ച് ആർ നോൺ വിത്ത് സർട്ടൻറ്റി എന്നുള്ളതാണ്. അതിൻ്റെ മീനിങ് ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്താണ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആർ മീനിങ്ഫുൾ ഡിജിറ്റ് വിച്ച് ആർ നോൺ വിത്ത് സർട്ടൻറ്റി. ഓക്കെ, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ the reliable digits plus the first uncertain digit are known as significant figures. The reliable digit plus one uncertain digit are known as significant figures. Okay, definition കാണാതെ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പഠിക്കേണ്ടവർ ടെക്സ്റ്റിലുള്ളതുപോലെ പഠിച്ചോളൂ. അതിൻ്റെ മീനിങ് എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോവാണ്. അതായത് നമ്മളിപ്പോൾ ഒരു മെഷർമെൻറ്റ് ഇപ്പോൾ 1.64 മീറ്റർ എന്ന് എഴുതി കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ടോ ഒക്കെ ആയിരിക്കും മെഷർ ചെയ്യുക അല്ലേ. അപ്പോൾ ഈ പറയുന്ന അവസാനത്തെ ഡിജിറ്റ് കറക്റ്റ് ആവണമെന്നില്ല. അവിടെ ചിലപ്പോൾ എറർ വരാനുള്ള സാധ്യതയുണ്ട്. ഈ 1 എറർ വരില്ലേ, നിങ്ങൾക്കറിയാം. ഒരു മീറ്റർ എന്ന് പറയുന്ന മീറ്റർ സ്കെയിലിൽ 1 എന്തായാലും ഉണ്ട്. 0.6 വരെ എറർ വരാനുള്ള സാധ്യതയില്ല. 6ന് ശേഷം വരുന്ന ഈ 4 എന്ന് പറയുന്ന ഡിജിറ്റിൽ ഇത് ചിലപ്പോൾ ആക്ച്വലി ദ ആൻസർ വിൽ ബി ഇൻ ബിറ്റ്വീൻ 1.63 ടു 1.65 ഇൻ ബിറ്റ്വീൻ ഇവിടെ ആയിരിക്കാം ആൻസർ. കാരണം ഈ 4 എന്ന് പറയുന്ന ലാസ്റ്റ് ഡിജിറ്റിൽ അൺസർട്ടനിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. കറക്റ്റ് ആൻസർ മേ ബി ഇൻ ബിറ്റ്വീൻ 1.63 ടു 1.65. അതുകൊണ്ടാണ് ഡെഫിനിഷനിൽ പറയുന്നത്. അപ്പോൾ അൺസർട്ടൺ ആയിട്ടുള്ള ഡിജിറ്റ് ഏതാ ഇതിൽ? 4 ആണ്. സർട്ടൺ ആയിട്ടുള്ള ഡിജിറ്റ്സ് ഏതൊക്കെയാ? 1ഉം 6ഉം. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? 3 ആണ് ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ 2 എണ്ണം നമുക്ക് സർട്ടൺ, ഈ പറയുന്ന മൂന്നാമത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് ഇവിടുന്ന് എണ്ണുമ്പോൾ ഫസ്റ്റ് 1 അൺസർട്ടൺ. അപ്പോൾ ടോട്ടൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാ? 3. ദാറ്റ് ഈസ് വൈ ഇൻ ദ ഡെഫിനിഷൻ വി ആർ സെയിങ് ദ റിലയബിൾ ഡിജിറ്റ്സ് പ്ലസ് ദ ഫസ്റ്റ് അൺസർട്ടൺ ഡിജിറ്റ് ആർ നോൺ ആസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു പ്രാധാന്യം, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ അത് വേറൊരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ഞാൻ വീണ്ടും പഴയ ഈ റൂമിൻ്റെ മെഷർമെൻറ്റ്, ഈ ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റിലേക്ക് വരികയാണ്. ഈ റൂമിൻ്റെ മെഷർമെൻറ്റ്, ഈ റൂമിൻ്റെ ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് ഇപ്പോൾ ഒരു 4 സ്റ്റുഡൻസ് മെഷർ ചെയ്യണം. ആദ്യത്തെ ആൾ എഴുതി 2 മീറ്റർ എന്ന് എഴുതി, രണ്ടാമത്തെ ആൾ 2.0 മീറ്റർ എന്ന് എഴുതി, മൂന്നാമത്തെ ആൾ 2.00 മീറ്റർ എന്ന് എഴുതി, അടുത്ത ആളോ 2.00 മീറ്റർ എന്ന് എഴുതി. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സയൻസിനെ പറ്റിയൊന്നും അധികം ആലോചിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എഴുതിയിരിക്കുന്നത് സെയിം ആൻസറാണ്. ദ ആൻസർ ഈസ് 2 മീറ്റർ. പക്ഷേ സയൻസ് പറയുന്നത് ദിസ് ഈസ് മോർ കറക്റ്റ് എന്നാണ് പറയുന്നത്. ദിസ് മെഷർമെൻറ്റ് ഈസ് മോർ കറക്റ്റ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, ഇറ്റ് കണ്ടെയ്ൻസ് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, ഇറ്റ് കണ്ടെയ്ൻസ് 3 ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, when number of significant figure increases, the more good is the measurement. മെഷർമെൻറ്റ് കൂടുതൽ കറക്റ്റ് ആവും. അതിനെ വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ, ഇപ്പോൾ 2 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ സംശയം തോന്നും, കറക്റ്റ് 2 കിട്ടിയോ? ചിലപ്പോൾ 2.1 ആയി കാണില്ലേ, ചിലപ്പോൾ 1.99 ആയി കാണില്ലേ. അതായത് ഈ നമ്പർ അൺസർട്ടൺ ആണ്, ലാസ്റ്റ് നമ്പർ അൺസർട്ടൺ ആണ്. അപ്പോൾ കറക്റ്റ് 2 ആണോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരും. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഡൗട്ടിൻ്റെ സാധ്യത കുറച്ച് കുറയാണ്. കാരണം 2.0, അതായത് ഈ ഒരു പിന്നെ 1/10 പൊസിഷൻ മെഷർ ചെയ്തിട്ടുണ്ട് എന്ന് ആൻസറിൽ കാണിച്ചിട്ടുണ്ട്. 1/10 പൊസിഷൻ അയാൾ മെഷർ ചെയ്യുകയും അവിടെ 0 ആണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു എന്നുള്ളത് ഇവിടെ ക്ലിയർ ആണ്. ഇവിടെ പക്ഷെ അത് ക്ലിയർ അല്ല. അപ്പോൾ ഇവിടെ ഈ ഡിജിറ്റ് ആണ് അൺസർട്ടൺ, ഈ ഡിജിറ്റ് സർട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറായി. ഇവിടെയോ ഈ ഡിജിറ്റ് ആണ് അൺസർട്ടൺ ഉള്ളൂ, ഇതൊക്കെ സർട്ടൺ ആണ്.
അപ്പോൾ 1/10 പൊസിഷനും 100th പൊസിഷനും മെഷർ ചെയ്തു. ആ മെഷർ ചെയ്ത കാര്യം അവിടെ പിന്നെ എന്താ പറയുക എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കേസിലോ the student has measured 1/10 position, 100th position and 1000 position and there are 4 significant figures. അതിൽ ഇത് മാത്രമേ ഉള്ളൂ അൺസർട്ടൺ ആയിട്ടുള്ള ഈ ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ, വേറെല്ലാം സർട്ടൺ ആണ്. അപ്പോൾ ഇറ്റ് ഈസ് മോർ ഗുഡ്, ദിസ് മെഷർമെന്റ് ഈസ് മോർ ഗുഡ്. ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന്റെ പ്രാധാന്യം. ഡെഫിനേഷൻ പഠിച്ചു വെച്ചിട്ട് കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒരു മെഷർമെന്റ് കണ്ടാൽ അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാനറിയണം. അത് ഒരു ചില റൂൾസ് വെച്ചിട്ടാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റൂൾസ് ഞാൻ ടെക്സ്റ്റിലുള്ളത് പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റിലുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. ആ റൂൾസ് പഠിക്കണം. ഡെഫിനിഷൻ ജസ്റ്റ് ടെക്സ്റ്റിലുള്ള ഡെഫിനിഷൻ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഡെഫിനിഷൻ എക്സാമിന് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഒരു നമ്പർ തന്നിട്ട് ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്, അതായത് ഞാനിപ്പോൾ ഇവിടെ എഴുതി ഇതിന് 1 ആണ് 2 ആണ് 3 ആണ് എന്നൊക്കെ എഴുതി. അതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. ഹൗ ടു ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ എ മെഷർമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൂളാണ് all non-zero digits are significant. എല്ലാ നോൺ സീറോ ഡിജിറ്റും സിഗ്നിഫിക്കൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ 285 സെൻറ്റിമീറ്റർ എന്നൊരു മെഷർമെൻ്റ് ഉണ്ടെങ്കിൽ ഈ റൂളൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. 285 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഈസ് 3. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഈസ് 3. കാരണം അതിലെല്ലാം നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. എന്താ പറയുന്നത്, ആൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഇനി അതിൻ്റെ അടുത്ത എങ്ങനത്തെ സീറോസ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അടുത്ത റൂളിൽ വരും കേട്ടോ. ഇനി 0.25 ml എന്ന് പറയുമ്പോൾ ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ദർ ആർ ഓൺലി 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ഫസ്റ്റ് റൂളിൽ പറയുന്നത് എന്താണ്, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻ്റ് എന്നാണ് പറയുന്നത്. ഇനി സെക്കൻഡ് റൂളിൽ സീറോസ് പ്രിസീഡിങ് ടു ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഇതിൽ തന്നെ ഈ എക്സാമ്പിൾ തന്നെ പറയാം. നോൺ സീറോ ഡിജിറ്റിന് മുന്നേ വരുന്ന സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല. ഇവിടെ നമ്മൾ ഈ സീറോനെ എന്താക്കി എടുത്തിട്ടില്ല, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആക്കി എടുത്തിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ ഇപ്പം രണ്ടാമത്തെ റൂള് വെച്ചിട്ട് എന്താണ് രണ്ടാമത്തെ റൂള്, സീറോസ് പ്രിസീഡിങ് ടു ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. സീറോസ് പ്രിസീഡിങ് ടു ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്സ് ആർ നോട്ട് സിഗ്നിഫിക്കൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ 0.03 എന്ന് പറയുന്ന നമ്പറിൽ 3ക്ക് മുന്നേ വരുന്ന ഈ 2 സീറോസും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. സോ ദിസ് മെഷർമെൻറ്റ് ഹാസ് ഓൺലി 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ ഇതിൽ, 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. അതുപോലെ വേറൊരു എക്സാമ്പിൾ ഈ രണ്ടാമത്തെ റൂളിൽ തന്നെ പറയുന്നത് 0.0052. 0.0052 ഇതിൽ ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ഈ 2 എണ്ണേ കാണുള്ളൂ. 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ കാണുള്ളൂ. കാരണം സ്റ്റാർട്ടിങ്ങിലെ സീറോസ് ഒന്നും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല. ഇനി ഈ സീറോ വരുന്നത് ഇൻ ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ് ആണെങ്കിലോ, അപ്പോൾ അത് സിഗ്നിഫിക്കൻ്റ് ആവും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഇപ്പം ആദ്യം വന്ന സിഗ്നിഫിക്കൻ്റ് അല്ല, പക്ഷെ നടുക്കാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ 2005 2.005 ഇവിടെ ഈ സീറോസ് സ്റ്റാർട്ടിങ്ങിലും അല്ല എൻഡിങ്ങിലും അല്ല, ഇൻ ബിറ്റ്വീൻ ആണ്. അപ്പോൾ ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, 4. റൂള് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. റൂള് പഠിച്ചാൽ നിങ്ങൾക്കും പറയാൻ പറ്റും എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി സീറോസ് അറ്റ് ദ എൻഡ് ഓഫ് or right of a number are significant provided they are on the right side of a decimal point. ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ സീറോസ് സിഗ്നിഫിക്കൻ്റ് ആവും. അതായത് 2.00 ഞാൻ നേരത്തെ എക്സാമ്പിളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. 2.0 2.00 2.000 അല്ലേ ഫസ്റ്റ് എക്സാമ്പിൾ എഴുതിയത്. അപ്പോൾ ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ ദർ, 3. എന്തുകൊണ്ട് ഇവിടെ 3 എന്ന് ചോദിച്ചാൽ പോയിന്റ് കഴിഞ്ഞിട്ടാണ് സീറോസ് വന്നത്. സീറോസ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് എ ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കൻറ്റ്. പക്ഷേ ഈ നമ്പർ ഈ സീറോ ഇല്ലാണ്ട് 200 ആണെന്ന് വിചാരിക്കൂ, ദെൻ ദർ വിൽ ബി ഓൺലി 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. 200 എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയേ ഉള്ളൂ, 1 ഉള്ളൂ. മനസ്സിലായോ? ഇനി എന്തെങ്കിലും നമ്പർ നമ്മൾ കൗണ്ട് ചെയ്ത് പറയാൻ പറയണം. ഇപ്പം നമ്മൾ ഒരു തെങ്ങിൽ നിന്ന് നാളികേരം ഇട്ടിട്ട് 20 തേങ്ങ കിട്ടി. ഹൗ മെനി, 20. അങ്ങനെയുള്ള കേസുകൾ. ഇപ്പോൾ ഒരാൾ എണ്ണുകയാണ് അല്ലേ, ഞാൻ എണ്ണിയാൽ 20 കിട്ടും, മറ്റേയാൾ എണ്ണിയാൽ 20 കിട്ടും. കറക്റ്റായിട്ട് കൗണ്ടിങ് അറിയുന്ന ആര് കൗണ്ട് ചെയ്താലും അത് 20 തന്നെ കിട്ടും. അതൊരിക്കലും 21 19 ആവില്ല. നമ്മൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുന്ന പോലെയല്ല. അവിടെ അങ്ങനത്തെ ഒരു മെഷർമെൻറ്റിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് വി ആർ കൗണ്ടിങ്. ഇൻ such cases there will be infinite number of significant figures.
അങ്ങനെയുള്ള നമ്പേഴ്സിന് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്തായിരിക്കും? ഇൻഫിനിറ്റ് നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഹാവ് ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇങ്ങനെ 20x അല്ലെങ്കിൽ 15 കോക്കനട്ട്സ്, അങ്ങനെ എണ്ണം പറയുന്ന കേസുകളിൽ, കൃത്യമായ എണ്ണമുള്ള സാധനങ്ങളിൽ എങ്ങനെയായിരിക്കും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷനിലൊക്കെ ചില നമ്പർ നമ്മളിങ്ങനെ ഇങ്ങനെ എഴുതുമല്ലോ, 4.01 × 10² എന്നൊക്കെ എഴുതുമ്പോൾ ഈ നമ്പറിൻ്റെ മാത്രം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എടുത്താൽ മതി. 10 പവറിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ് വരിക? 3 ഈസ് ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അപ്പോൾ ഇത്രയാണ് റൂൾസ്. ഇപ്പോൾ റൂൾസ് ഞാൻ ഒന്നുകൂടെ പറയാം. എന്തൊക്കെയാണ്? ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. Zeros preceding to first non-zero digits are not significant. Zeros between two non-zero digits are significant. Zeros at the end or right of a decimal number are significant. But for a normal number like 100, 200, etc., right hand zeros are not significant. The number 200, there is only one significant figure. Okay, ഇപ്പോൾ വെറുതെ ഇവിടെ 200 പോയിന്റ് നിട്ടു വെക്കാതിരിക്കുക. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3 ആവും കേട്ടോ. പോയിന്റ് ഇല്ലാത്തടത്തോളം കാലം 1. പോയിന്റ് ഇട്ട എത്രയായി സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? 3 ആയി. പോയിന്റ് ഇട്ട ഒരു 0 കൂടെ ഇട്ട എത്രയായി? 4 ആയി. ഓക്കെ, അപ്പോൾ 200 എന്നാണെങ്കിൽ 1 ഉള്ളൂ. 200.0ക്ക് 4 ഉണ്ട്. 200 ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ 3 ആവും. മനസ്സിലായല്ലോ? ഇനി കൗണ്ടിങ് നമ്പേഴ്സ്. നമ്മളൊരു സാധനം ഇപ്പോൾ 50 ചോക്ലേറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. കാരണം അവിടെ മെഷറിങ് ഇല്ല, കൗണ്ടിങ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അത് ഒരിക്കലും തെറ്റില്ല. ഞാൻ എണ്ണിയാലും 50 ആണ്, അടുത്ത ആൾ എണ്ണിയാലും 50 ആണ്. അവിടെ അൺസർട്ടനിറ്റി ഇല്ല. അൺസർട്ടനിറ്റിയെ കാണിക്കാനാണല്ലോ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് പറയുന്നത്. അപ്പോൾ അൺസർട്ടനിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ എന്ത് പറയുന്നത്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് വി ആർ റൈറ്റിംഗ് എ നമ്പർ ഇൻ സയൻറ്റിഫിക് നൊട്ടേഷൻ, 10 പവറിന് നമ്മൾ അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എടുക്കണ്ട, ഇതിന് മാത്രം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പറഞ്ഞാൽ മതി. അപ്പോൾ 4.01 × 10² ആണെങ്കിൽ ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? ദർ ആർ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇനി നമുക്ക് ടെക്സ്റ്റിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് 190 എന്ന് പറയുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻ, 19ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ചെയ്യാം. അത് ചെയ്തിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോയാൽ മതി. അപ്പോൾ 190 എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ 0.0025 ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. 2 ഉള്ളൂ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. കാരണം ഈ സ്റ്റാർട്ടിങ്ങിലുള്ള 0 ഒന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. എങ്ങനെ ഇത് മനസ്സിലായെന്ന് ചോദിച്ചാൽ റൂള് കാണാതെ പഠിച്ചു. റൂള് ഇംഗ്ലീഷിൽ പറയാൻ പഠിക്കണം എന്നൊന്നുമില്ല, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് ആ റൂളിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. അതിലെ അടുത്ത ക്വസ്റ്റ്യൻ 208 ആണ്. ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? 3 എന്നുള്ളതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അത് റൂൾ മനസ്സിലാക്കി അറിയാം. 0 ഇൻ ബിറ്റ്വീൻ വന്നതുകൊണ്ട് സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അതിൽ തന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് 126,000. ഇവിടെ പോയിന്റ് ഇല്ല, പോയിന്റ് ഇല്ലാതെയാണ് റൈറ്റ് സൈഡ് 3 0 കിടക്കുന്നത്. അപ്പം 3 പേരും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല. പോയിന്റ് ഇല്ല. പോയിന്റ് ഉണ്ടെങ്കിലല്ലേ പോയിന്റ് കഴിഞ്ഞ് വരുന്ന 0 ആണ് എന്താവുള്ളൂ? സിഗ്നിഫിക്കൻ്റ് ആവുള്ളൂ. ഇവിടെ പോയിന്റ് ഇല്ലാണ്ടാണ് 0. അപ്പോൾ ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? ഓൺലി 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, ഇനി ആ ക്വസ്റ്റ്യനിലുള്ളതല്ല വേറൊരു എക്സാമ്പിൾ ഞാൻ തരട്ടെ. ഇങ്ങനെ ഒരു എക്സാമ്പിൾ. ഓൺലി 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. കാരണം പോയിന്റിന് മുന്നേ ഈ കേസ് ഇതേ കേസാണ്. പോയിന്റിന് മുന്നേ വരുന്ന 0s ഒന്നും തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല. ഇനി വേറൊരു ക്വസ്റ്റ്യൻ 10 ചോക്ലേറ്റ്സ്. 10 ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് എഴുതാം. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ്. ഇവിടെ എന്താണ് ആൻസർ? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ആ എക്സസൈസ് ഞാൻ ഫുള്ള് ചെയ്തിട്ടില്ല. അതിലെ ചില എക്സാമ്പിളും പിന്നെ ഞാൻ അഡീഷണൽ എക്സാമ്പിൾസ് ആണ് തന്നത്. അഡീഷണൽ എക്സാമ്പിൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനുള്ളതിൻ്റെ ഞാൻ ഹോംവർക്കായിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ടെക്സ്റ്റിലെ ആ ക്വസ്റ്റ്യൻ 1.90 എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യനിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് നോക്കുക. ഐ വിൽ ഗീവ് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഫോർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ത്രൂ വാട്സപ്പ് കൂടെ ഞാൻ വേറെ തരാം. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഇത്രയാണ്. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂള് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എഴുതാൻ പറ്റും. ഈ ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.